റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരി സഹോദരന്മാരെ, വളരെയധികം പ്രാധാന്യമുള്ള പുണ്യകരമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അശ്രദ്ധ മൂലമോ അജ്ഞത മൂലമോ എന്താ ഈ ദിനങ്ങൾക്ക് ഇത്ര പ്രത്യേകത എന്നൊരു പക്ഷേ വിഷയങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നിയേക്കാം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന രണ്ടായത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മുറാദു ബിഹാ അശ്റു ദിൽ ഹജ്ജ. ഇവിടെ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ 10 ദിനങ്ങളെ കൊണ്ട് ഉദ്ദേശ്യം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അവിടെ എടുത്തു പറയുകയും ചെയ്തു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ദിനങ്ങളിലെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ഓരോ ദിവസവും 1000 ദിനങ്ങളെപ്പോലെയാണ്. ഒരു സത്യവിശ്വാസി ദുൽഹജ്ജ് മാസം പിറന്നു, മാസപ്പിറവി കണ്ടു എന്ന് വന്നാൽ റമളാൻ മാസത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ 1000 ദിനങ്ങളെപ്പോലെ, അതിന്റെ അവസാനം അറഫാ ദിനം വന്നാലോ 1000കണക്കിന് ദിനങ്ങൾ അതിന്റെ ശ്രേഷ്ഠത കാണുന്നതുപോലെയാണ് അറഫാ ദിനം എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വ്യക്തമാക്കിയത് കാണാം. ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിലെ ശ്രേഷ്ഠമായ ധാരാളം ആരാധനകൾ ഈ 10 ദിവസങ്ങളിൽ യോജിച്ചു വരുന്നു. നമസ്കാരമുണ്ട്, അറഫാ നോമ്പടക്കം, തിങ്കൾ വ്യാഴം നോമ്പടക്കം നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, ബലികർമ്മമുണ്ട്, ഹജ്ജുണ്ട്. ഇങ്ങനെ ഇസ്ലാമിലെ ഏകദേശം എല്ലാ ഇബാദത്തുകളും യോജിച്ചു വരുന്ന 10 ദിനങ്ങളാണിത്. അൻ ഇബ്നു അബ്ബാസിൻ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ അഫ്ളലു മിനൽ അമൽ ഫീ ഹാദിഹി. ഈ 10 ദിനങ്ങളിലെ കർമ്മങ്ങൾ വളരെയധികം ശ്രേഷ്ഠമാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, വലൽ ജിഹാദ്. അപ്പോൾ ജിഹാദോ നബിയെ? ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജിഹാദും എടുത്തു നോക്കുമ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിലുണ്ട് എന്ന്. ഒന്ന്, ജിഹാദിന്റെ ഭാഗമായ ഖിതാൽ, യുദ്ധം. അതോടൊപ്പം എല്ലാ കാലത്തും ബാധകമായ ജിഹാദ്, അതാണ് ഇസ്ലാമിക പ്രബോധനവും അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമെല്ലാം. ഇവിടെ ഉദ്ദേശിച്ചത് യുദ്ധമാണ്. അപ്പോൾ ജിഹാദോ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, ഖാല വലൽ ജിഹാദ്, ജിഹാദിനേക്കാളും ഇല്ലാ റജുലുൻ, ഒരാളുടെ കാര്യത്തിലൊതികെ. ആ മനുഷ്യൻ ഖറജ യുഹാത്തിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, തിരിച്ച് അദ്ദേഹത്തിന്റെ ശരീരവും എത്തിയില്ല, അദ്ദേഹത്തിന്റെ സമ്പത്തും എത്തിയില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി എന്നർത്ഥം. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ആ പ്രവർത്തനം ഈ 10 ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാളും മുകളിലാണ്. അല്ലാത്തതെല്ലാം മറ്റേതു പ്രവർത്തനങ്ങളെക്കാളും ഉത്തമമാണ് ഈ 10 ദിനങ്ങളിലെ. മറ്റു ചില റിപ്പോർട്ടുകളിൽ വല അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഇതിനേക്കാളും ഈ ദിവസങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല അമലരുടെ കാര്യത്തിൽ എന്നും കാണാം. എന്നിട്ട് എന്ത് ചെയ്യണം ഈ 10 ദിവസങ്ങളിൽ? അതിൽ ഒന്ന് എടുത്തു പറയുന്നു, ഫഅക്സിറൂ ഫീഹിന്ന, ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇത് നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ
ദുൽഹജ്ജ് മാസം കണ്ടു എന്ന് പറഞ്ഞ ഉടനെ നമ്മളത് ചെയ്യുമായിരുന്നു. എന്നാൽ അജ്ഞത കാരണത്താൽ മുസ്ലിം സഹോദരങ്ങളിൽ പലരും ഈ ദിനങ്ങൾ അശ്രദ്ധമായി കഴിഞ്ഞു പോകുന്നു. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗത്തിന്റെ താക്കോൽ, ഒരു മനുഷ്യൻ സ്വർഗത്തിനർഹമായി തീരുന്നതിന് അവൻ ചൊല്ലേണ്ടുന്ന, വിശ്വസിക്കേണ്ടുന്ന, പ്രവർത്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ആ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനില്ല. ആരാധനക്ക്, പ്രാർത്ഥനക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക്, ഇബാദത്തിന്റെ പരിധിയിൽ എന്തെല്ലാം വരുന്നുവോ അതിനർഹൻ റബ്ബല്ലാതെ മറ്റാരുമില്ല എന്ന് ഈ ദിനങ്ങളിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം. അതാണല്ലോ ഹജ്ജിനു വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ഹാജിമാർ ആ ഹറമിന്റെ മുറ്റത്തെത്തുന്നത് വരെ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും ഈ തഹ്ലീലുമായി ബന്ധപ്പെട്ട ആശയം തന്നെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഹജ്ജിന്റെ ദിനങ്ങളാണ് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ ഹജ്ജിനു വേണ്ടി തയ്യാറെടുപ്പ്, ഹജ്ജിലേക്കുള്ള യാത്രകൾ. ദുൽഹജ്ജ് 8 ഹജ്ജിന്റെ തുടക്കമായി. ലോകം മുഴുവനും, ലോകത്തുള്ള ഹജ്ജിനു വേണ്ടി നിയ്യത്ത് ചെയ്തവർ മുഴുവനും ഹറമിൽ ഒത്തുചേരുമ്പോൾ മക്കയിൽ ഒത്തുചേരുന്ന ആ സന്ദർഭം, മദീനയിൽ ഒത്തുചേരുന്ന സന്ദർഭം, ഹജ്ജിന്റെ പൂർണ്ണമായ കർമ്മങ്ങൾ മക്കയിലാണ്. ഹജ്ജുമായി യാതൊരു ബന്ധവും മദീനക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നേരത്തെ ഹജ്ജിനെത്തിയവർ മദീന സന്ദർശനം കഴിഞ്ഞ് മക്കയിലേക്ക് ഹജ്ജിനെത്തുന്നു. വൈകിപ്പോയവർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോകുന്നു. അപ്പോൾ ആദ്യം പോയവർക്ക് ഹജ്ജിന്റെ ഭാഗം മദീനയുണ്ടെങ്കിൽ ആദ്യം പോയവർക്ക് അത് കിട്ടുമോ? അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റണം. മദീനക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ മാത്രമുള്ള ദിവസമേ ലീവ് കിട്ടുന്നു എന്ന് കരുതുക. അയാൾ ഹജ്ജ് ചെയ്യുന്നു, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. സൗദി രാജാവിന്റെ അതിഥികളായി പലരും അവിടെയുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഉണ്ട്. അവർക്ക് മദീന സന്ദർശനം പലപ്പോഴും ഉണ്ടാവില്ല. അവർ ഹജ്ജ് കഴിയും, നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകും. ചിലർക്ക് സന്ദർശനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പോഴേക്കും ചില ആളുകൾക്ക് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും ഓർമ്മ വരും. റസൂലുള്ള ഹജ്ജ് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ. റസൂലുള്ളയും സഹാബികളും ഹജ്ജ് ചെയ്തപ്പോ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോവോ? റസൂലുള്ളയുടെ സഹാബികൾ റസൂലിന്റെ ഖബറിൽ റസൂലുള്ള ഹയാത്തോടു കൂടിയുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും വർദ്ധിച്ച് പലപ്പോഴും ഇബാദത്തിന്റെ മുഖം പോലും മാറിപ്പോകുന്നത് കാണാൻ പറ്റും. ഹജ്ജിന്റെ എല്ലാ കാര്യങ്ങളും മക്കയിലാണുള്ളത്. എന്നാൽ ഹജ്ജിനു മുമ്പോ പിമ്പോ മദീനയിൽ പോകും വിശ്വാസികൾ. കാരണം പുണ്യമാക്കപ്പെട്ട 2ാമത്തെ പള്ളി അവിടെയാണുള്ളത്. റസൂലുള്ള വഫാത്തായതിനു ശേഷം ആ പള്ളിയോട് ചേർന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുണ്ട്. ആ ഖബറിന്റെ അടുത്ത് പോയി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാം, സ്വലാത്ത് ചെല്ലാം, റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതിനവിടെ പോകാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം മൊത്തം ഹറമിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ, വിശ്വാസികൾ ഒരൊറ്റ നിയ്യത്തുമായി പോകുമ്പോ, ലോകത്തുള്ള മറ്റ് വിശ്വാസികൾ എല്ലാവരും അവർ പറയുന്ന അതേ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാ ദിവസവും ചെല്ലാറില്ലേ? ഉണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ, നിങ്ങൾ തഹ്ലീലിൽ നിന്ന് വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം, വത്തക്ബീർ, നിങ്ങൾ തക്ബീർ വർദ്ധിപ്പിക്കണം, അല്ലാഹു അക്ബർ. അതാണ് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് മഹാൻ, എനിക്കെന്തിനേക്കാളും വലുത് എന്റെ റബ്ബാണ്, എന്നെ സൃഷ്ടിച്ച, എനിക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, എനിക്ക് മരണാനന്തര ജീവിതം നിശ്ചയിച്ച, ഈ ഉറക്കമില്ലാത്ത, ആ മയക്കമില്ലാത്ത, മരിക്കാത്ത ഈ ലോകത്തിന്റെ സൃഷ്ടാവായ കാരുണ്യവാനായ പടച്ചവൻ, അവൻ മഹാനാകുന്നു, ഉന്നതനാകുന്നു എന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായി പറയണം. വത്തഹ്മീദ്, നിങ്ങൾ ഹംദ് വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാഹ്,
എന്ന് വർദ്ധിപ്പിക്കണം. എന്തെല്ലാം കാര്യങ്ങളിൽ സഹോദരീ സഹോദരന്മാരെ നമ്മൾ അൽഹംദുലില്ലാ പറയണം. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ, നമ്മളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ, നമുക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാകുന്ന ഹിദായത്ത് റബ്ബ് കാണിച്ചു തന്നതിന്റെ മാർഗത്തിൽ എന്തെല്ലാം വിഷയങ്ങളിൽ നമ്മൾ മനസ്സിൽ തട്ടി അൽഹംദുലില്ലാ പറയേണ്ടതുണ്ട്. ആ ഹംദ് നിങ്ങൾ വർദ്ധിപ്പിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകൾ 4 എണ്ണിയതിൽ ഈ 3 സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല മഹാപരിശുദ്ധനാകുന്നു എന്നും കാണാം. അപ്പോൾ ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദുൽഹജ്ജ് 1 മുതൽ 10 വരെ കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ സുന്നത്താകുന്നു. കൂടുതൽ അല്ലാഹു അക്ബർ പറയൽ സുന്നത്താകുന്നു. ഹംദ് പറയൽ സുന്നത്താകുന്നു. കാരണം പറയാൻ അർഹനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു, എന്നോട് നിങ്ങളോടായി പറയുന്നത്, നിങ്ങൾ വർദ്ധിപ്പിക്കുവീൻ, ഫീഹിന്ന, ആ ദിവസങ്ങളിൽ, മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, ഈ ദിക്റുകൾ മനസ്സിൽ തട്ടി വെറുതെ പറയുകയല്ല, മറിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഈ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ എല്ലാ കർമ്മങ്ങളും പറഞ്ഞു, ഏറ്റവും കൂടുതൽ അല്ലാഹു അമലുകളെ ഇഷ്ടപ്പെടുന്നു. എന്തൊക്കെ അമലുകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാമോ അതൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാൽ, നോമ്പിന് ഒരു ദിവസം ദുഹർ ജമാഅത്ത് നഷ്ടപ്പെട്ട എങ്ങനെ ഉണ്ടാവും? അസർ കിട്ടിയിട്ടില്ല എങ്ങനെ? അതേപോലെ പള്ളികളിൽ വിശ്വാസികൾ ധാരാളമായി വരുന്ന ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. കാരണം അല്ലാഹു അവന്റെ അടിമകളുടെ അമലുകൾ ഏറ്റവും ഇഷ്ടപ്പെടുകയാണ്, അവർക്ക് പുണ്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ ദിവസങ്ങളിൽ പോലും അശ്രദ്ധമായി സുബഹ് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നവർ, ഇശാ ജമാഅത്ത് ശ്രദ്ധിക്കാത്തവർ, അതേപോലെ നമുക്ക് മനസ്സിലാക്കിയാൽ കാണാൻ പറ്റും, റമളാനിലെ അവസാനത്തെ 10 പ്രധാനമാണ്. ആ അവസാനത്തെ 10 പകലിന് പ്രാധാന്യമില്ലേ? തീർച്ചയായും. എന്നാൽ പകലിനേക്കാളും പ്രാധാന്യം രാത്രിക്കാണ് റമളാനിൽ. ഇതേപോലെ ഈ ദുൽഹജ്ജ് ആകട്ടെ, അതിന്റെ പകലുകൾക്കാണ് രാത്രികളെക്കാൾ പ്രാധാന്യം. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള. അപ്പോ ഒരാൾ പറയാണ്, ഞാൻ 5 ജുസ് ഇന്നലെ ഓതി, ഞാൻ അൽഹംദുലില്ലാ ഒരു ഖത്തം തീർത്തു. ഇതൊക്കെ പറയേണ്ട ദിനങ്ങളിലൂടെയാണ്, ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഒക്കെ കടന്നു പോകുന്നത്. ദീനിൽ നിന്ന് വല്ലാത്ത ഒരു അകൽച്ച സഹോദരീ സഹോദരങ്ങളെ നമ്മൾക്ക് വരുന്നു. മഹല്ലുകൾ അതിന്റെ ദൗത്യം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യം. സുബഹി കഴിഞ്ഞ ഉടനെ ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണിത്. വെള്ളിയാഴ്ചകളിൽ ഉത്ബോധിപ്പിക്കേണ്ട കാര്യമാണ്. വാട്സപ്പുകളിലൂടെ പറക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ ആയത്തും ഹദീസും ഒക്കെ, അതും അതിന്റെ അർത്ഥവും ഒക്കെ എല്ലാവരുടെ ഉണ്ട്. എന്നാൽ അശ്രദ്ധ മൂലം എത്രമാത്രം പ്രതിഫലമാണ് സഹോദരീ സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് അമലുകളെ കൊണ്ട് ഇനി ഇതൊന്നും ഈ ജുമയ്ക്ക് വരെ നമുക്ക് അറിയില്ലായിരുന്നു എങ്കിൽ ചോദിക്കുക, ഇന്നത്തെ ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ഓതൽ സുന്നത്താണ്. റമളാൻ മാസം ഒരു വെള്ളിയാഴ്ച നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലെങ്കിൽ നമുക്കൊരു വിഷമം തോന്നും. അതേപോലെ വിഷമം തോന്നേണ്ടതാണ്, പടച്ചോനെ ഇങ്ങനെ ഒരു വെള്ളി എന്റെ മുമ്പിൽ വന്നിട്ടും, ഇത്രമാത്രം പുണ്യകരമായ ദിനങ്ങളിൽപ്പെട്ടൊരു വെള്ളി വന്നിട്ടും ഓതുക. നമ്മൾ അസറിന് മുമ്പ് അതങ്ങ് ഓതി പൂർത്തിയാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നല്ല സൽക്കർമ്മങ്ങൾ, പാവങ്ങളെ സഹായിക്കൽ, പുണ്യകർമ്മങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം, രാത്രി നമസ്കാരം എല്ലാം ഈ ദിനങ്ങളിൽ വർദ്ധിപ്പിച്ച്, കാരണം ഹജ്ജ് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചില്ല, പക്ഷെ ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ആ 10 ദിനങ്ങളിൽ അള്ളാഹു നമുക്ക് വിശിഷ്ടമാക്കി തന്ന ആ ദിവസങ്ങളും നമ്മൾ അശ്രദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരക്രമമായി പോകും എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരീ സഹോദരന്മാരെ, ഈ ദിനങ്ങളിൽ വരുന്ന തിങ്കൾ, ഈ ദിനങ്ങളിൽ വരുന്ന വ്യാഴം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം
തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സുന്നത്ത് നോമ്പുകൾ, പ്രത്യേകിച്ച് പകലാണല്ലോ നോമ്പ് വരുന്നത്, ഈ തിങ്കളും വ്യാഴവും, ഈ 10 ദിനങ്ങളിൽ വരുന്ന തിങ്കളും വ്യാഴവും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മുൻഗാമികളായ ആളുകൾ ഈ 10 ദിവസവും നോമ്പെടുത്തവരുണ്ട്. 10 ദിവസവും നോമ്പെടുക്കണമെന്ന് ഹദീസുണ്ട് എന്നല്ല, മറിച്ച് പുണ്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമാണ് ഈ 10 ദിനങ്ങളിൽ. അപ്പോൾ ഒരാൾ വിചാരിക്കും ഞാൻ 10 നോമ്പും എടുക്കട്ടെ, ഒരു കുഴപ്പവും അതിനില്ല, ദീനിലെ നിയമമാക്കരുത് എന്ന് മാത്രം. അതുകൊണ്ട് നോമ്പ് നമുക്ക് ധാരാളമായി വർദ്ധിപ്പിക്കാം. ആ നോമ്പിൽ ഏറ്റവും പ്രധാനമാണ് ദുൽഹജ്ജ് 9 വരുന്ന നോമ്പ്. എന്താണ് ആ നോമ്പിന്റെ പ്രത്യേകത? സുഇല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അൻ സൗമി യൗമി അറഫ, അറഫ ദിനത്തെക്കുറിച്ച്, അതിലെ നോമ്പിനെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ, ഒരു വർഷത്തെ പാപം, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടാൻ കാരണമായി തീരുന്ന നോമ്പാണ് അറഫ നോമ്പ്. ഈ അറഫ നോമ്പിന്റെ പ്രാധാന്യം അറിഞ്ഞില്ലെങ്കിൽ, സഹോദരീ സഹോദരങ്ങളെ, നമ്മളെല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കും, വരാൻ പോകുന്ന അറഫ ദിവസം നമ്മളിങ്ങനെ എഴുന്നേൽക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. അത് ഏതാണ് ആ ദിവസം? അറഫ നോമ്പിന്റെ ദിവസമാണ്. എത്ര മുസ്ലിം സമുദായത്തിൽ എത്ര അറഫ നോമ്പിന്റെ അന്ന് ഹോട്ടലിലൊക്കെ കയറിയാൽ ഇഷ്ടം പോലെ മുസ്ലിമീങ്ങളെ കാണാം. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ അറിവില്ലാത്തത് കൊണ്ടാണ്, വേറെ ചില ആളുകൾക്ക് പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഇല്ലാത്ത നോമ്പിന് നിങ്ങൾക്ക് പറയാത്ത നോമ്പില്ല, ഇല്ലാത്ത നോമ്പിന് വമ്പിച്ച പ്രാധാന്യമാണ്. ഒരാൾക്കും ലോകത്ത് മുസ്ലിമായ ഒരു വ്യക്തിക്കും തർക്കമില്ലാത്ത നോമ്പാണ് മുഹറം 9, 10 നോമ്പ്. അതേപോലെ തന്നെ അറഫ നോമ്പ്. ഉള്ള നോമ്പിന് പ്രാധാന്യം ഇല്ലാതാക്കുകയും ഇല്ലാത്ത നോമ്പിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ബിദ്അത്തിന്റെ പ്രത്യേകതയാണ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താ. കാരണം സത്യവിശ്വാസികളായ ആളുകൾ കൊണ്ട് കള്ളു കുടിപ്പിക്കാൻ എളുപ്പമല്ല, വ്യഭിചരിപ്പിക്കാൻ എളുപ്പമല്ല. കാരണം അത് അവർക്കറിയാം അതൊക്കെ തെറ്റാണ് എന്ന്. എന്നാൽ ബിദ്അത്തിന്റെ പ്രത്യേകത അവർക്കറിയില്ല ഇത് തെറ്റാണെന്ന്. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അതെന്താ പ്രശ്നം? അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിറ്റ് ചെയ്തു, ഇല്ലാത്തൊരു നിസ്കാരം ഉണ്ടാക്കി, ഇല്ലാത്ത കുറച്ച് നോമ്പുണ്ടാക്കി. അപ്പൊ ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് സ്വർഗത്ത് പോകാനാ വിചാരിക്കുക. പക്ഷേ റസൂലുള്ളാഹി പഠിപ്പിക്കും, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുക. നല്ല ഉദ്ദേശ, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ തുമ്മിയപ്പോ പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പൊ മറ്റേ സഹാബി പറഞ്ഞു ആനങ്ങിപ്പോകരുത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹ് എന്നാ. അപ്പൊ നമ്മൾ പറയാ ഇതിനെ വെറുതെ തർക്കമുണ്ടാക്കുന്നു. എന്തിനങ്ങൾ തർക്കിക്കുന്നത്? അയാൾ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞത്. ആവശ്യമില്ലാത്ത വിഷയത്തിൽ തർക്കിക്കുക. ഇവിടെ മുസ്ലിങ്ങൾ വലിയ പ്രശ്നത്തിൽ അവിടെ ഉള്ളത്. മുസ്ലിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം നരകാണ്. ഏറ്റവും വലിയ പ്രശ്നം നരകത്തിലെ ശിക്ഷയാണ് സഹോദരങ്ങളെ. അതിന്റെ ഇടക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നാണ് പഠിപ്പിച്ചെങ്കിൽ ഒരു വാചകം അതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റൂല. 33 സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ടത് അത് 34 ആക്കിയാൽ ബിദ്അത്തായി. മനസ്സിലായില്ലേ? അതാണ് ബിദ്അത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം, നേരെ അടുത്ത വെള്ളിയാണ് നമുക്ക് അറഫ നോമ്പ് വരിക. ദുൽഹജ്ജ് 9 അല്ല, അറഫയിൽ ആള് നിൽക്കുമ്പോ അല്ലേ നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്? അങ്ങനെയാണെന്ന് കരുതുക. എങ്കിൽ ലോകത്ത് വേറെ ചില സ്ഥലത്ത് അന്ന് നട്ടപ്പാതിരയായിരിക്കും. അറഫയിൽ ആള് നിൽക്കുമ്പോൾ ഒരു നട്ടപ്പാതിരക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ? ഇസ്ലാം പ്രായോഗികമാണ്. ഭൂമി ഉരുണ്ടതാകുന്നു എന്നാ ഇതിനുള്ള മറുപടി. ഭൂമി ഉരുണ്ടതാകുന്നു, എല്ലാ സമയവും സമയം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ അറഫ നോമ്പ് നോൽക്കണം? എല്ലാവർക്കും ലോകത്ത് അറഫ നോമ്പ് കിട്ടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഡേറ്റ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 9 അറഫ നോമ്പ്. അന്ന് നമുക്ക് നോമ്പ് നോൽക്കാം. അറഫയിൽ ആള് നിൽക്കുമ്പോ അവരോട് ഐക്യദാർഢ്യമല്ല, മറിച്ച് അറഫ നോമ്പിന്റെ പ്രത്യേകത യുകഫിറു സനത്തൽ മാലിയത വൽ ബാഖിയ. അതെ, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്തത്. അവരോട് അറഫ നോമ്പ് നോൽക്കണമെന്ന് പറയാൻ. അതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് അത് അറഫയിൽ ആൾക്കാർ നിൽക്കുമ്പോ അല്ലേ എന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ ചോദ്യം, ലോകത്തെല്ലാവർക്കും അത് കഴിയും?
എല്ലാവർക്കും കഴിയോ? ഇല്ല. എല്ലാവർക്കും കഴിയാത്ത കാര്യം ഇസ്ലാം പറയോ? ഇല്ല. നിങ്ങൾ ഒന്ന് നെറ്റ് സെർച്ച് ചെയ്യൂ. ഇപ്പോൾ സൗദി അറേബ്യയിൽ പകലാകുന്ന സന്ദർഭത്തിൽ ലോകത്ത് ഏതൊക്കെ ഭാഗത്താണ് ആളുകൾ കൂർക്കം വലിച്ചുറങ്ങുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവർക്ക് അറഫ നോമ്പ് വേണ്ട. അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നോൽക്കാൻ പറ്റിയ ആൾക്കാരെ നോൽക്കുക, മറ്റൊരു അടുത്ത ദിവസം നോറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമാണ്. ദീനൊക്കെ പൂർത്തിയായി പോയില്ലേ? അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ബുദ്ധിയായി പറയുന്നത്. ഒരു ബുദ്ധിയുമില്ല, പ്രായോഗിക അല്ലാത്ത കാര്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്നാണോ ദുൽഹജ്ജ് 10, അതിന്റെ തൊട്ടു തലേ ദിവസമാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ആ നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അടുത്ത ഇതേ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അറഫ നോമ്പ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബ ഗ്രൂപ്പിൽ പറയണം, നമ്മുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യണം, വളരെ പ്രധാനപ്പെട്ടൊരു നോമ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കണം. നിർബന്ധമാക്കാൻ പാടില്ല. സുന്നത്തായ ഒരു കാര്യത്തെയും നമ്മൾ നിർബന്ധമാക്കരുത്. എന്നാൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ആരോഗ്യമുള്ള ആരാണ് സഹോദരി സഹോദരന്മാരെ അറഫ നോമ്പ് ഒഴിവാക്കുക? അതുകൊണ്ട് ആ നോമ്പ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാ രംഗങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ പാരായണമാകട്ടെ, രാത്രി നമസ്കാരമാകട്ടെ, സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ, അതോടൊപ്പം ബലികർമ്മത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ നഖവും മുടിയും ഉൾപ്പെടെ ആ ബലികർമ്മം നിർവഹിക്കുന്നത് വരെ എടുക്കാൻ പാടില്ല എന്നും ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ദീനിന്റെ ഇഖാമത്ത്, ദീൻ നിലനിർത്തുക, ദീനീ രംഗത്ത് സജീവമായി നിലകൊള്ളുക. മരണത്തിന് മുമ്പ് എത്ര സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റും, എത്ര വക്ത് നിസ്കരിക്കാൻ പറ്റും, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ലോകം അവസാനിക്കുന്നത് ഒരു ദിവസം അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേപോലെ എനിക്കും നിങ്ങൾക്കും പടച്ചോൻ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആ ദിവസത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള ഈ 10 ദിനങ്ങളിൽ 2 ദിവസം കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ നിലക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, നാടുകളിലൂടെ കുടിവെള്ളവുമായി വാഹനങ്ങൾ പോകുന്ന ദിനങ്ങളായിരുന്നു കഴിഞ്ഞ പല വർഷങ്ങളിലും മെയ് മാസം എന്ന് പറയുന്നത്. കുടിവെള്ളക്ഷാമം, വരൾച്ചയുടെ വാർത്തകൾ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വരൾച്ചയ്ക്ക് കേന്ദ്ര സഹായം വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ കനത്ത മഴ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. കുറെ സന്ദേശങ്ങൾ ഇതിലുണ്ട്. ഈ ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും ഇവിടുത്തെ ഒരു കാര്യത്തിലും ഒരു പങ്കുമില്ല. ഇവിടെ വെയിലാകുന്നതിൽ, മഴയാകുന്നതിൽ ആർക്കും ഒരു പങ്കുമില്ല. ഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അത് മേഘങ്ങൾ നിറക്കിക്കൊണ്ടുവരുന്നത്, അതല്ല നാമാണോ ഇറക്കുന്നവൻ? റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മഴയെക്കുറിച്ച് അഭിപ്രായം പറയാനേ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. മഴയാകുന്ന അതിമഹത്തായ അനുഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കോരിച്ചോരി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ നന്ദിയുള്ളവനാകണം. ആ നന്ദിയിൽ ഏറ്റവും പ്രധാനം മഴ പെയ്യുന്ന സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. റബ്ബിന്റെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ അനുഗ്രഹദാതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി. മഴ പെയ്തു കഴിഞ്ഞാൽ മുത്തിർനാ, ഞങ്ങൾക്ക് മഴ ലഭിച്ചു, ബിഫദ്ലില്ലാഹ്,
അള്ളാഹുവിന്റെ ശ്രേഷ്ഠത കൊണ്ട്, ഫദ്ല് കൊണ്ട്, വറഹ്മത്തിഹി അവന്റെ കാരുണ്യം കൊണ്ടും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ. നമ്മളിൽ എത്ര പേർക്കറിയാം മഴ തുടങ്ങിയിട്ട് എത്ര ദിവസമായി, മഴയെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? വളരെ വളരെ എളുപ്പമാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ സ്വയ്യിബൻ നാഫിആ, സ്വയ്യിബൻ നാഫിആ, സ്വയ്യിബൻ ഒഴുക്ക്, മഴ ഇങ്ങനെ പെയ്ത് ഒഴുകുന്ന ആ സ്വയ്യിബൻ നാഫിആ. അല്ലാഹുവേ ഉപകാരപ്രദമായ ഒഴുക്കിനെ നൽകണമേ. അഥവാ ഈ മഴ കൊണ്ട് ഞങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ നൽകണമേ. കാരണം ഹൈറും ഷർറും റബ്ബിങ്കൽ നിന്നു. ഇതേ മഴ മതി നമ്മുടെ മരണം സംഭവിക്കാൻ, ഇതേ മഴ മതി ഒരു പ്രദേശം മൊത്തം നശിച്ചു പോകാൻ. അതുകൊണ്ട് മഴ കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതുകൊണ്ട് മഴയുടെ സ്രഷ്ടാവിനെ അറിയുന്ന അള്ളാഹുവിന്റെ അടിമകൾ മഴ പെയ്യുമ്പോൾ പറയും അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുവേ ഉപകാരപ്രദമായ ഒഴുക്കിനെ നൽകണമേ. മഴ പെയ്തു കഴിഞ്ഞാൽ മുത്തിർന, ഞങ്ങൾക്ക് മഴ ലഭിച്ചു, ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്. ഇനി മഴ കൂടി, അപ്പോൾ ശാപം പാടില്ല. വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് നശിച്ച മഴ തുടങ്ങിയ പദപ്രയോഗങ്ങൾ പാടില്ല. അവിടെ പറയേണ്ടത് അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ, പടച്ചോനെ ആവശ്യക്കാരിലേക്ക് കൊടുക്കണമേ, ചുറ്റുഭാഗങ്ങളിലേക്ക് കൊടുക്കണമേ, ഞങ്ങളിലേക്കല്ല എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ ശപിച്ചാൽ ആ ശപിക്കപ്പെടുന്നത് അതിനർഹമല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു വരും. നശിച്ച മഴ ഞാൻ നശിക്കട്ടെ എന്നായി മാറും ആ പദപ്രയോഗം. ചില ആളുകൾക്ക് അവര് വീട്ടിൽ നിൽക്കുമ്പോൾ മഴ പെയ്യാൻ പാടില്ല, അവര് ഒരു ആവശ്യം നിർവഹിക്കുമ്പോൾ ആ കല്യാണത്തിന് മഴ പെയ്യാൻ പാടില്ല, ഇങ്ങനെ ചില ആൾക്കാർ. അപ്പോ എല്ലാവരെയും അഭിപ്രായം അനുസരിച്ച് പടച്ചവനിവിടെ മഴ വിധിക്കാൻ പറ്റും? വളരെ സ്വാർത്ഥരാവുകയാണ് ആളുകൾ. അതുകൊണ്ട് നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട് റബ്ബിനോട് പടച്ചോനെ എന്റെ മകളെ കല്യാണമാണ്, ഈ ദിവസം നീ മഴയെ മാറ്റി, നമുക്ക് പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. അതേ സന്ദർഭത്തിൽ മഴയെക്കുറിച്ച് ഒരു യാതൊരു തരത്തിലുള്ള ലോജിക്കുമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ, റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മളത് നിർവഹിക്കുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സന്ദർഭത്തിലുള്ള ഈ കാര്യങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് ഗനീമത്തിന്റെ കാലമാണ് മഴക്കാലം, തണുപ്പ് കാലം. എന്താ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ? ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്തു, ശത്രുക്കൾ യുദ്ധത്തിൽ തോറ്റോടി, അവരിട്ടേച്ചു പോകുന്നതെല്ലാം വിജയിച്ച കക്ഷികൾക്ക് വീതിച്ചെടുക്കാം. അത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം. എന്നാൽ എനിക്കും നിങ്ങൾക്ക് ഗനീമത്തുണ്ട് എന്നാ ഉമർ ഖത്താബ് പറഞ്ഞു. അതെന്താ? തണുപ്പ് കാലത്ത് ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുക, അതാണ് നമ്മുടെ ഗനീമത്ത്. നല്ല തണുപ്പാണ്, നല്ല മഴയാ. ശരി, നല്ല മഴ ആയതുകൊണ്ട് നിങ്ങൾ മീൻ വാങ്ങാൻ പോവോ? ഞാൻ മീനൊന്നും വാങ്ങാറില്ല, നല്ല മഴയാ, അത് ശരിയാവില്ല. അപ്പൊ സുബഹി ജമാഅത്തോ? അത് മഴയായതുകൊണ്ട്, വമ്പിച്ച വെള്ളമായതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് ജമാഅത്തിന് പോയില്ല. മത്സ്യം വാങ്ങാൻ പോവുകയും ചെയ്യാം. ഇതെന്ത് ഇരട്ടത്താപ്പാ സഹോദരങ്ങളെ! അള്ളാഹു നമുക്ക് കൂടുതൽ അറിവും തഖ്വയും പ്രദാനം ചെയ്യുമാറാകട്ടെ. കിട്ടിയ ജമാഅത്തെ ഉണ്ടാവുള്ളൂ. മരിച്ച തടി ഉണ്ടല്ലോ, കബറിലേക്ക് അങ്ങോട്ട് ഇറക്കി അവിടെ വെക്കും. അപ്പൊ നമ്മൾ ആമിലുമായിട്ട് നമ്മൾ അവിടെ നിൽക്കും. ആ സമയത്ത് ഈ ജമാഅത്തെ ഉണ്ടാവുള്ളൂ, ഈ ദിക്റേ ഉണ്ടാവുള്ളൂ, ഈ ഖുർആൻ പാരായണേ ഉണ്ടാവുള്ളൂ, ഈ സൽക്കർമ്മങ്ങളെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞതുപോലെ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഈ പ്രതികൂല കാലാവസ്ഥയിലും എന്നാൽ വെള്ളപ്പൊക്കമുണ്ടായ പള്ളിയിൽ പോകണോ? പോകണ്ടെന്ന് മാത്രല്ല, അവിടെ നമുക്ക് ജമ്മായിട്ട് നിസ്കരിക്കുക വരെ ചെയ്യാം. ജമ്മായിട്ട് ളുഹർ അസ്ർ ഒന്നിച്ച് നിസ്കരിക്കാം. പെട്ടെന്ന് മഴ വരുന്നു, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന അവസ്ഥ ഉണ്ടാകും. അവിടെയൊക്കെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. അതിന്റെ അർത്ഥം പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എതിരിട്ട് അപകടം വിളിച്ചു വരുത്തണമെന്നല്ല. സാധാരണഗതിയിൽ നമ്മൾ നമസ്കാരങ്ങൾക്ക് മാത്രം മഴ പ്രശ്നമാവുക, തണുപ്പ് പ്രശ്നമാവുക എന്നത് ശരിയല്ല എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരീ സഹോദരങ്ങളെ, ഈ മഴക്കാലത്ത് പ്രയാസപ്പെടുന്നവരുണ്ടാകും. ജോലി നിർത്തിവെച്ചു, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, നമ്മുടെ കുടുംബത്തിലുണ്ടാകും, നമ്മുടെ ബന്ധത്തിൽ അറിവിലുണ്ടാകും. അവർക്ക് നമ്മൾ സഹായം ചെയ്യണം. നമ്മൾ സാമ്പത്തികമായി ഉള്ളവരാണെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബക്കാർക്ക് ദാനം ചെയ്താൽ 2 കൂലി. 1 ദാനം ചെയ്ത കൂലി, 2 കുടുംബ ബന്ധം പുലർത്തിയ കൂലി. മുപ്പരിങ്ങനെ റിലീഫ് കൊടുക്കുകയാണ്. 5000 റുപ്യന്റെ
അതിങ്ങനെ ആ ഫോട്ടോ കാണുന്നുണ്ട്, സ്വന്തം കുടുംബത്തിൽ വേറൊരാള്, ഓൻ പണിയില്ലായിട്ട് 5 ദിവസമായി, കുടുംബക്കാരനെ നോക്കിയിട്ടില്ല. അത് ശരിയല്ല സഹോദരങ്ങളെ. ആരെയും സഹായിക്കണം, പക്ഷേ ആദ്യം പരിഗണിക്കേണ്ടത് എന്റെ ഉമ്മ ബന്ധത്തിൽ, എന്റെ ഉപ്പ ബന്ധത്തിൽ. ഈ സന്ദർഭത്തിൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ആ നമ്പറിൽ നേരെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക അങ്ങ്, അല്ലെങ്കിൽ ഇന്ന് കടയിൽ പോയി ഇന്നത് വാങ്ങാന്ന് പറയാം. എന്തിന്? നമുക്ക് കൂലി കിട്ടാൻ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതോപ്പോ സ്കൂൾ തുടങ്ങുമ്പോൾ ചില കുട്ടികളെങ്കിലും ഒരു പുതിയ കുട കിട്ടിയിരുന്നെങ്കിൽ. കുട വളരെ നിസ്സാരമാണ് സഹോദരങ്ങളെ. നമ്മൾ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കിയാൽ എന്റെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയാണല്ലോ, പടച്ചോനെ, ഞാൻ ആ ബുക്ക് എങ്ങനെ വാങ്ങിക്കൊടുക്കും, എന്റെ മക്കൾക്ക് എങ്ങനെ കുട വാങ്ങിക്കൊടുക്കും എന്ന് ചിന്തിക്കുന്ന പാവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവരെ നമുക്ക് കിട്ടും. നമുക്ക് നിത്യമായ ദാനമായി പരലോകത്തേക്ക് നമുക്ക് കിട്ടാനുള്ളത് അതൊക്കെയാണ്. അതുകൊണ്ട് മരിച്ചു പോകണം എന്ന ചിന്ത വന്നാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ഇബ്രാഹീം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം. ഒരായത്താണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറയാണ്, ഇബ്രാഹിം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം. എന്താ കാര്യം? മരിച്ചതിന് ശേഷം ജീവിതമുണ്ട് എന്ന് ഉറപ്പുള്ള ആ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ കണ്ണടക്കും മുമ്പ് തന്റെ എല്ലാ ദൗത്യവും പൂർത്തിയാക്കി. ആ ദൗത്യം പൂർത്തിയാക്കിയതിന്റെ അടയാളം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ ഹജ്ജിന് പോകുന്നു. എന്തേ ഹജ്ജുണ്ടാകാൻ കാരണം? ആരോ ആടാ ഹജ്ജിന് വിളിക്കാൻ പറഞ്ഞത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. ഒരു കുടുംബം പൂർണ്ണ ഇസ്ലാമായപ്പോൾ ലോകത്തിന്റെ കേന്ദ്രമായി അത് മാറി. റബ്ബിന്റെ സഹായമായി ആ മരുഭൂമി സംസം കൊണ്ട് അള്ളാഹു പ്രാധാന്യമുള്ളതാക്കി ആ നാടിനെ മാറ്റിയെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ റബ്ബിലേക്കടുത്ത് നനവുള്ള മനസ്സുകളുടെ ഉടമകളായി നമ്മൾ മാറിയാൽ തീർച്ചയായും റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച്, ആ മൊബൈലിലെ വൃത്തികേട് കാണലൊന്ന് മാറ്റിവെച്ച്, ആ വൃത്തികേടൊന്ന് മാറ്റിവെച്ച്, ആ ആവശ്യമില്ലാത്ത കോണ്ടാക്ട്സ് ഒന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് മരിക്കണമെന്ന് ചിന്തിച്ച് ഭാര്യയുടെ അടുത്തേക്ക്, ഭർത്താവിന്റെ അടുത്തേക്ക്, കുട്ടികളിലേക്ക്, കുടുംബക്കാരിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ ഈ ലോകത്തുള്ള സമാധാനം അവിടെയായിരിക്കും. ഈ കുറ്റപ്പെടുത്തുന്ന, ഈ അസ്വസ്ഥമായ മനസ്സുമായി തെറ്റുകൾ ചെയ്ത് എന്തിനാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ മുന്നോട്ട് പോകുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നന്മയിലേക്ക് കൂടുതൽ ഉദവി നൽകുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, പലരും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു സഹോദരൻ പെട്ടെന്ന് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ, മറ്റൊരു കുട്ടി ആക്സിഡന്റിൽ പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗമായി കിടക്കുന്ന, അപകടത്തിൽ പ്രയാസപ്പെടുന്ന ആ 2 പേർക്കും മറ്റ് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.